ഓരോ പൊറോട്ടയും സാമ്പാറും കൂടെ എടുത്തോ. ഒരു ബീഫ് വരട്ടെ. ഒരു ബീഫ് കഴിച്ചായിരുന്നു. ഒരു കട്ടൻ കാപ്പി മാത്രം. എത്ര നാളായെന്നറിയ ഇത് കഴിച്ചിട്ട്. വൈകിട്ട് ഇച്ചിരി വാട്ടുകപ്പ കഴിച്ചായിരുന്നു. ഗ്യാസിന്റെ. ഒരു ചായം പഴം കഴിക്കാന്നേ. വാ. റോസ്റ്റ് കൊള്ളാലോ. കൊള്ളാല്ലേ? എവിടെ നോക്കിട്ട് അവിടെ വരുന്നത് മാങ്ങാട്ടി. സോഡ വന്നിട്ട് റീചാർജ് ഉണ്ടാക്കിയാൽ മതി. സോഡ കുടിക്കും. എന്നാടാ ഇവിടെ ആരെങ്കിലും ചത്തോ? അതെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ അപ്പുറം വല്ലതും ചെന്ന് കഴിക്കാൻ നോക്കാം. ഒരു എഗ് പപ്സ് കഴിച്ചായിരുന്നു. നാണം കിട്ടുന്ന പലഹാരമാണ് പപ്സ്. ചേച്ചി ഒരു ചായ. ചേച്ചി ഒരു ബോണ്ടയും കൂടെ. ചേട്ടാ ഈ ജിംസൺ എന്ന് പറഞ്ഞ ഒരാളുടെ വീട് അവിടെ താഴോട്ട് പോയാൽ ആരാ? ഫ്രണ്ടാ. ഓ ആ മോൻ ഇരിക്കുക കേട്ടോ. അയ്യോ മോനെ, ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ചായ കുടിച്ചിട്ട് പോവാം കേട്ടോ. ഒരു പൊന്നു മോളെ, നിനക്ക് ചക്കപ്പഴം എടുത്ത് അമ്മച്ചി വെച്ചിരുന്നതാ. നിന്റെ ചേട്ടന്റെ കൂട്ടുകാരൻ വന്നപ്പോ അതെടുത്ത് അമ്മച്ചി കൊടുത്തുപോയി. നരകം, എനിക്ക് വിശക്കുന്നു. അമ്മച്ചിക്ക് അറിയത്തില്ല വൈകിട്ട് വന്ന് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോന്ന്. എനിക്ക് വിശക്കുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ നാടോടി നൃത്തത്തിന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പിരിച്ച കാശും കൊണ്ട് അവളും അവളുടെ ഫ്രണ്ട്സും കൂടെ മസാല ദോശ അല്ല വേണ്ട. ചാച്ചാ കഞ്ഞി കുടിക്കാം. താഹര 2 ഗ്ലാസ് എടുത്തോണ്ടോടാ. സണ്ണി ചേട്ടോ ചക്കടാൻ കയറിയതാ. എന്നാടാ മുട്ട പൊരിച്ചത് മഞ്ഞക്കറി മാത്രമേ ഉള്ളൂ? ബേബിയേ അടിച്ചടാ. എടി സൗമ്യ, നമ്മുടെ സണ്ണിപ്പാപ്പൻ പ്ലാവേന്ന് വീണ് മരിച്ചടി. അതേടി. നീ പോരെ, ഇല്ലേ പിന്നെ നാട്ടുകാരെന്നാ പറയും. ഇന്നിത്തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിലുണർന്നു ആ ബേച്ചയോ, നമ്മുടെ കരിമലയിൽ സണ്ണിച്ച് പ്ലാവിന്ന് പോയി വടിയായത് കേട്ടല്ലോ. അല്ല, ഡീറ്റെയിലുകളിൽ എപ്പോഴും ആവശ്യമാണെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഡീറ്റെയിലുകൾ വളരെ ആവശ്യമാണ്. കാരണം അതാണ് നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. അദ്ദേഹം ചെരുപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് കയറി വരുമ്പോൾ ഇവിടെ കുടംപുളിയും ഈ സോപ്പും ഒക്കെ കയ്യിലിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നൊരു ഷോട്ട്. അപ്പോൾ ഞാനതിങ്ങനെ എടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു തോന്നലുണ്ടായി, അവിടെ ഒരു ഷോട്ടിൻ്റെ ഒരു സാധനത്തിന് അവിടെ ഒരു ഇന്നർ വെയറും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞ് ഡീറ്റെയിലാണ് അത്ര കാര്യം. അത് ഞാൻ പറഞ്ഞ അപ്പോൾ ചിലവരെന്നോട് ADs എന്നോട് ചോദിച്ചു അത് വേണം, അത് ഞാൻ പറഞ്ഞാൽ എങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞാൽ അത് പിഴിഞ്ഞിട്ടിങ്ങനെ വെക്കുന്നൊരു ഫോമുണ്ട്, അതിങ്ങനെ പിഴിഞ്ഞിട്ടിങ്ങനെ വെക്കാം. ചിലപ്പം അറിയില്ലായിരിക്കും ആ സാധനം, അത്ര ഡീറ്റെയിൽ ആയിട്ട് അത് എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും. പക്ഷേ അതുണ്ടാക്കുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഫഹദും കൂടെ ആയതുകൊണ്ട് ഞാൻ എന്തായാലും അത് റീഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു.